നമസ്കാരം. ഇന്ന് തൃക്കാർത്തികയാണ്, പൗർണമി കൂടിയാണ് എന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഇരട്ടിപ്പിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇന്ന് തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട്, പൗർണമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്നതായ ചില ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ, അഥവാ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, അത് ചില സൂചനകളാണ്. വരാൻ പോകുന്ന ദിവസത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ. അത് ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും അമ്മേ ശരണം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന പൂജകളിൽ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. ആദ്യത്തേതായ ലക്ഷണം തുളസിത്തറയുമായി ബന്ധപ്പെട്ടാകുന്നു. തുളസിത്തറയിൽ ഇന്നേ ദിവസം ഒരു പുതിയ തുളസി പൊട്ടിമുളയ്ക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇതേവരെ കാണാത്തതായ ഒരു തുളസി ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ മുളയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ, നിങ്ങൾ കാണുകയാണ് എങ്കിൽ, അത് ശുഭകരമായ ലക്ഷണമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ മുന്നോടിയായി സംഭവിക്കുന്നതാണ്. ദേവിയുടെ പിറന്നാൾ കൂടിയായതിനാൽ തന്നെ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ, ധനപരമോ അല്ലാതെയോ ആയ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് ഉപ്പനുമായി ബന്ധപ്പെട്ടാണ്. ഉപ്പൻ വീടുകളിൽ വരുന്നത് ശുഭകരമാണ് എന്ന് ഏവർക്കും അറിയാം. എന്നാൽ ഉപ്പനെ നിങ്ങളുടെ വീടിൻ്റെ തുളസിയുടെ അടുത്തായി ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി ഭാഗ്യദായകമാണ് എന്ന് മനസ്സിലാക്കുക. വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ, ഐശ്വര്യപൂർണമായ ദിവസങ്ങളുടെ സൂചന തന്നെയാകുന്നു. പല കാര്യങ്ങളും അനുകൂലമാകാം. മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പോംവഴി കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. മറ്റൊരു ലക്ഷ്യമായി പരാമർശിക്കുന്നത് ബ്രാഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ടാണ്. ഏവർക്കും അറിയാം, ദൈവിക സാന്നിധ്യം ഏറ്റവും അധികം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായ ഒരു സമയം. ഈ സമയം തനിയെ ഉണരുവാൻ സാധിക്കുന്നത് ദേവതകളുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. ദേവതകളുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ മാത്രമാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കൂ. പ്രത്യേകിച്ചും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇപ്രകാരം ഉണരുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താൽ കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം, സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ, ചില കാര്യങ്ങൾ അനുകൂലമാവുക, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്നും ധനപരമോ അല്ലാതെയോ നേട്ടങ്ങൾ വന്നു ചേരുക, ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മനസമാധാനം ഏതൊരു വ്യക്തിക്കും അനിവാര്യമായ ഒന്നാണ്. എന്നാൽ ഇന്നേ ദിവസം പല ചിന്തകൾ മനസ്സിലുണ്ട് എങ്കിൽ പോലും എന്തെന്നില്ലാത്ത മനസമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകണം എന്നില്ല. പക്ഷേ ഇന്നേ ദിവസം മനസ്സ് ശാന്തമായി തീരാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താലാണ്. നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി, ഒരു ചെറിയ കുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാകുന്നു. ഇന്ന് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയവരാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയവരാണ് നിങ്ങൾ എങ്കിൽ, ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ വെച്ചോ അല്ലാതെയോ ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. പക്ഷെ അത് നിങ്ങളെ വിളിച്ചതാകണം എന്നില്ല, മറ്റൊരു വ്യക്തിയെ വിളിച്ചതാകാം. എന്നാൽ ഇപ്രകാരം ഇന്നേ ദിവസം നിങ്ങൾ വിളി കേട്ടിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം കൈകളിൽ ധനം വന്ന് നിറയുന്നു. പ്രതീക്ഷിക്കാതെ പണം കൈകളിലേക്ക് വന്നു ചേരുന്നു. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങളുടെ മുന്നോടിയാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ മുന്നോടിയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ധനപരമോ അല്ലാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും.
കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കൾ വിടരുന്നതാകുന്നു. പ്രത്യേകിച്ചും ചുവന്ന നിറത്തിലുള്ള പൂക്കൾ, നീലപ്പൂക്കൾ ധാരാളമായി വീടുകളിൽ വിടരുന്നു എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താലാണ്, ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അതിനാൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നാൾക്കുനാൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം നിങ്ങൾക്ക് മുല്ലപ്പൂ ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. ക്ഷേത്രപ്രസാദത്തിലോ അല്ലാതെയോ നിങ്ങൾക്ക് ഇപ്രകാരം മുല്ലപ്പൂ ലഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾ ഈ കാര്യം കേൾക്കുന്നതിന് മുമ്പ് ഇറുത്തെടുത്തതായ ഒരു മുല്ലപ്പൂവാണ് എങ്കിൽ പോലും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ വന്നു ചേരാൻ പോകുന്ന ഐശ്വര്യങ്ങളുടെ ലക്ഷണം തന്നെയാണ്. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ, പ്രവൃത്തികളിൽ വിജയങ്ങൾ കൈവരിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം. ദീപം തെളിയിക്കുമ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പെട്ടെന്ന് മനസ്സിലേക്ക് സന്തോഷം വന്നു ചേരും. ഇപ്രകാരം സംഭവിക്കുന്നതും ശുഭകരമായ ലക്ഷണമാണ്. ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ മറക്കുന്നതാകുന്നു. കൂടാതെ വളരെ നേരം ദീപം തെളിഞ്ഞ് നിൽക്കുന്നതുമാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ലക്ഷണങ്ങളുടെ മുന്നോടിയായി തന്നെ എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഉയർന്ന നാളം, ഒട്ടും ഇളക്കമില്ലാത്തതായ നാളമാണ് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. ഏവർക്കും ഇത്തരത്തിൽ സംഭവിക്കണം എന്നില്ല. നിങ്ങൾക്ക് അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദേവിയുടെ കൃപാകടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം വിളക്കിന് പതിവിലും കൂടുതലായി പ്രകാശം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ സ്വർണപ്രഭ കൂടുതലായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ പോലും അത് ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ സൂചനയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിന്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം പല്ല് ചിലയ്ക്കുന്നത് കേൾക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി ദേവി പ്രവേശിച്ചു എന്ന വ്യക്തമായ സൂചനയാണ്. വിളക്ക് തെളിയിക്കുമ്പോഴാണ് ഇപ്രകാരം സംഭവിക്കേണ്ടത്. എന്നിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിച്ചു, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു, സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ത്രിസന്ധ്യാ സമയത്ത് അഥവാ സൂര്യോദയത്തിന് മുൻപായി തന്നെ ഇന്നേ ദിവസം മൂങ്ങയെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. എന്നാൽ രാത്രി കാണുകയാണ് എങ്കിൽ ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്നേ ദിവസം പകൽ സമയങ്ങളിൽ കാണുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. വീടുകളിൽ ഐശ്വര്യവും സൗഭാഗ്യവും നിറയാൻ പോകുന്നു. മൂദേവി സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ പൂർണ്ണമായും ഇല്ലാതെയായി എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങളുടെ മുന്നോടിയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ ആ ആഹാരം കൃത്യമായിരിക്കും. ഏവർക്കും വയറ് നിറയുകയും ഭക്ഷണം പാഴാകാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നതും ശുഭകരമായ ലക്ഷണമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും അവർ നിങ്ങൾക്ക് മധുരം നൽകുകയും ചെയ്യുന്നത് ശുഭകരമായ ലക്ഷണമാകുന്നു. സമ്മാനങ്ങൾ ലഭിക്കുന്നതും ശുഭലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ മുന്നോടിയാണ്. ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. അത് ഭദ്രദീപമാകേണ്ടതും അനിവാര്യമാകുന്നു.